Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. മൈ നെയിംസ് ഇസബൽ. എൻ്റെ പേര് ഇസബൽ എന്നാണ്. ഐ ആം 35 ഇയേഴ്സ് ഓൾഡ്. എനിക്ക് 35 വയസ്സാണ് പ്രായം. ഐ വർക്ക് ഇൻ എ സ്മോൾ ഓഫീസ്. ഞാൻ ഒരു ചെറിയ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. ഐ ഹാവ് എ ക്വയറ്റ് ലൈഫ്. ക്വയറ്റ് എന്നാൽ ശാന്തമായ എന്നുള്ള അർത്ഥമാണ്. എൻ്റെ ജീവിതം ശാന്തവും സമാധാനപരവുമാണ്. വൺ ഡേ, ഒരു ദിവസം, എ ന്യൂ ബോസ്, ഒരു പുതിയ ബോസ്, കെയിം ടു അവർ ഓഫീസ്, ഞങ്ങളുടെ ഓഫീസിലേക്ക് ഒരു പുതിയ മുതലാളി ഒരു ദിവസം വന്നു. കം എന്നാൽ വരിക, അതിൻ്റെ പാസ്റ്റാണ് കെയിം, വന്നു. ഹിസ് നെയിംസ് റോബർട്ട്. അദ്ദേഹത്തിൻ്റെ പേര് റോബർട്ട് എന്നാണ്. ഹീസ് 40 ഇയേഴ്സ് ഓൾഡ്. അദ്ദേഹത്തിന് 40 വയസ്സാണ് പ്രായം. ഹീസ് കൈൻഡ് ആൻഡ് ഫ്രണ്ട്ലി. അദ്ദേഹം ദയയുള്ളവനും സൗഹൃദപരവുമായി പെരുമാറുന്നവനും ആണ്. കൈൻഡ് എന്നാൽ ദയയുള്ള, ഫ്രണ്ട്ലി എന്നാൽ സൗഹൃദത്തോടെ എന്നുള്ള അർത്ഥമാണ്, സൗഹൃദമായി പെരുമാറുന്ന വ്യക്തി. ഹി സ്മൈൽസ് അലോട്ട്. അദ്ദേഹം ഒരുപാട് പുഞ്ചിരിക്കുന്നു. ഹിസ് വോയിസ് ഈസ് സോഫ്റ്റ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം വളരെ മൃദുവാണ്. ഹി മേക്സ് എവരി വൺ ഫീൽ ഹാപ്പി. അദ്ദേഹം എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു. അറ്റ് ഫസ്റ്റ്, ആദ്യത്തിൽ, ഹി വാസ് ജസ്റ്റ് മൈ ബോസ്. അദ്ദേഹം എൻ്റെ മുതലാളി മാത്രമായിരുന്നു. ഐ സെഡ് ഹലോ. ഞാൻ ഹലോ എന്ന് പറഞ്ഞു. ഐ സ്മൈൽഡ്. ഞാൻ പുഞ്ചിരിച്ചു. ഐ വെൻറ്റ് ബാക്ക് ടു വർക്ക്. ഞാൻ ജോലി ചെയ്യാൻ തിരിച്ചുപോയി. ഐ വെൻറ്റ് ബാക്ക് എന്നാൽ ഞാൻ തിരിച്ചുപോയി. ടു വർക്ക്, ജോലി ചെയ്യാൻ. ബട്ട് എന്നാൽ, ആഫ്റ്റർ സം ടൈം, കുറച്ച് സമയത്തിന് ശേഷം, ഐ സ്റ്റാർട്ടഡ് ടു ഫീൽ സംതിങ്. എനിക്ക് എന്തോ അനുഭവപ്പെടാൻ തുടങ്ങി. ഐ ലൈക്ക് ടോക്ക് ടു ഹിം. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ഐ ലൈക്ഡ്, ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ഹിയറിങ് ഹിസ് വോയിസ്, അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ഹിയറിങ് എന്നാൽ കേൾക്കൽ, ഹിസ് വോയിസ്, അദ്ദേഹത്തിൻ്റെ ശബ്ദം. ഐ ഫെൽറ്റ് വാം വെൻ ഹി ലുക്ക്ഡ് അറ്റ് മീ. വെൻ എന്നാൽ ആ സമയത്ത്, വെൻ ഹി ലുക്ക്ഡ് അറ്റ് മീ എന്നാൽ അദ്ദേഹം എന്നെ നോക്കുന്ന സമയത്ത്. ഐ ഫെൽറ്റ് വാം എന്നാൽ മനസ്സിന് സന്തോഷവും സ്നേഹവും അനുഭവപ്പെട്ടു എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹം എന്നെ നോക്കിയ സമയത്ത് എനിക്ക് സ്നേഹവും സന്തോഷവും അനുഭവപ്പെട്ടു. ഹി ആസ്ക്ഡ് മീ. അദ്ദേഹം എന്നോട് ചോദിച്ചു, ആർ യു ഓക്കെ ടുഡേ? നിനക്ക് ഇന്ന് സുഖമല്ലേ? ഐ സെഡ്, ഞാൻ പറഞ്ഞു, യെസ്, അതെ, താങ്ക് യു, നന്ദി. ബട്ട് പക്ഷേ, മൈ ഹാർട്ട് വാസ് ബീറ്റിംഗ് ഫാസ്റ്റ്. എൻ്റെ ഹൃദയം വേഗത്തിൽ ഇടിക്കുകയായിരുന്നു. ബീറ്റിംഗ് എന്നാൽ ഇടിക്കൽ. ഹി മെയ്ഡ് മീ ലാഫ്. ലാഫ് എന്നാൽ ചിരിക്കുക. ഹി മെയ്ഡ് മീ ലാഫ്. അദ്ദേഹം എന്നെ ചിരിപ്പിച്ചു. ഹി റിമെമ്പേർഡ്. അദ്ദേഹം ഓർമ്മിച്ചു. എവരി ലിറ്റിൽ തിങ് ഐ സെഡ്. ഐ സെഡ് എന്നാൽ ഞാൻ പറഞ്ഞ എല്ലാ ചെറിയ കാര്യങ്ങളും അദ്ദേഹം ഓർമ്മിച്ചു. ഹി സ്റ്റുഡ് നിയർ മീ. സ്റ്റാൻഡ് എന്നാൽ നിൽക്കുക, അതിൻ്റെ പാസ്റ്റാണ് സ്റ്റുഡ്. ഹി സ്റ്റുഡ് നിയർ മീ. അദ്ദേഹം എൻ്റെ അടുത്ത് നിന്നു. വെൻ വി ടോക്ഡ്. ഞങ്ങൾ സംസാരിച്ച സമയത്ത് അദ്ദേഹം എൻ്റെ അടുത്ത് നിന്നു. ഐ ബിഗാൻ ടു തിങ്ക് അബൌട്ട് ഹിം അറ്റ് നൈറ്റ്. ഞാൻ തുടങ്ങി, ടു തിങ്ക്, ചിന്തിക്കാൻ, എബൌട്ട് ഹിം, അദ്ദേഹത്തെപ്പറ്റി ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, അറ്റ് നൈറ്റ്, രാത്രിയിൽ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഐ ഡിഡിൻറ്റ് വാണ്ട് ടു. എനിക്ക് വേണ്ടിയിരുന്നില്ല. ബട്ട് എന്നാൽ, ഐ കുഡിൻറ്റ് സ്റ്റോപ്പ്. എനിക്ക് നിർത്താൻ കഴിഞ്ഞില്ല. ആ ഓർമ്മിക്കുന്നത് എനിക്ക് നിർത്താൻ കഴിഞ്ഞില്ല. എനിക്ക് ഓർമ്മിക്കണമായിരുന്നില്ല, പക്ഷെ എനിക്കത് നിർത്താൻ കഴിഞ്ഞില്ല. ദെൻ വൺ ഡേ, അങ്ങനെ ശേഷം ഒരു ദിവസം, ഐ സോ ഹിസ് റിങ്. ഐ സോ എന്നാൽ ഞാൻ കണ്ടു, ഹിസ് റിങ്, അദ്ദേഹത്തിൻ്റെ, ഒരു ദിവസം അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ മോതിരം കണ്ടു. ഹീ ഈസ് മാരീഡ്. അദ്ദേഹം വിവാഹിതനാണ്. മൈ ഹാർട്ട് ബ്രോക്ക്. എനിക്ക് അതിയായ ദുഃഖം തോന്നി. ഐ വാസ് സാഡ്. ഞാൻ ദുഃഖിതയായിരുന്നു. ഐ ടോൾഡ് മൈസെൽഫ്. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു. മൈസെൽഫ്, എന്നോട് തന്നെ. ഐ ടോൾഡ് മൈസെൽഫ്. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. യു മസ്റ്റ് ഫോർഗെറ്റ് ഹിം. നീ അദ്ദേഹത്തെ മറക്കണം. ഫോർഗെറ്റ് എന്നാൽ മറക്കുക. യു മസ്റ്റ്, നീ തീർച്ചയായും, ഫോർഗെറ്റ് ഹിം, അദ്ദേഹത്തെ മറക്കണം. ബട്ട് ഇറ്റ് വാസ് ടു ലേറ്റ്. ഐ വാസ് ഓൾറെഡി ഇൻ ലവ്. ബട്ട് എന്നാൽ ഇറ്റ് വാസ് ടു ലേറ്റ്. പക്ഷേ അപ്പോഴേക്കും വളരെ വൈകിപ്പോയിരുന്നു. ഐ വാസ് ഓൾറെഡി ഇൻ ലവ്. ഞാൻ ഇതിനകം തന്നെ അദ്ദേഹത്തോട് പ്രണയത്തിലായിരുന്നു.
ഐ വാസ് ഓൾറെഡി ഇൻ ലവ്. ഐ ഡിഡിൻറ്റ് പ്ലാൻ ദിസ്. ഞാൻ ഇത് മുൻകൂട്ടി പദ്ധതിയിട്ടതല്ല. ഐ ഡിഡിൻറ്റ് വാണ്ട് ദിസ്. എനിക്കിത് വേണമായിരുന്നില്ല. ബട്ട് എന്നാൽ നൗ ഐ തിങ്ക് ഓഫ് ഹിം എവരി ഡേ. ഞാൻ ഇപ്പോൾ എല്ലാ ദിവസവും അദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കുന്നു. ഐ സ്മൈൽ അറ്റ് ഹിം. ഞാൻ അദ്ദേഹത്തോട് പുഞ്ചിരിക്കുന്നു. ഐ ടോക്ക് ടു ഹിം. ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നു. ബട്ട് ഇൻസൈഡ്. പക്ഷേ മനസ്സിനകത്ത് ഐ ഫീൽ പെയിൻ. എനിക്ക് വേദന തോന്നുന്നു. ബിക്കോസ്. കാരണം. ഐ നോ. എനിക്കറിയാം. ഹീ ഈസ് നോട്ട് മൈൻ. അദ്ദേഹം എൻ്റേതല്ല എന്ന് എനിക്ക് പക്ഷേ അറിയാം. മൈൻ എന്നാൽ എൻ്റേത്, നോട്ട് മൈൻ എന്നാൽ എൻ്റേത് അല്ല. എവരി ഡേ. എല്ലാ ദിവസവും. ഐ സീ. ഞാൻ കാണുന്നു റോബർട്ട് അറ്റ് വർക്ക്. എല്ലാ ദിവസവും റോബർട്ടിനെ ഞാൻ ജോലിസ്ഥലത്ത് വച്ച് കാണുന്നു. ഹീ വോക്സ് പാസ്റ്റ് മൈ ഡെസ്ക്. ഹീ വോക്സ്. അദ്ദേഹം നടന്നു പോകുന്നു. പാസ്റ്റ് മൈ ഡെസ്ക്. പാസ്റ്റ് എന്നാൽ ഇവിടെ അരികിലൂടെ എന്നുള്ള അർത്ഥമാണ്. എൻ്റെ ഡെസ്കിൻ്റെ അരികിലൂടെ അദ്ദേഹം നടന്നു പോകുന്നു. ഹീ സ്മൈൽസ്. അദ്ദേഹം പുഞ്ചിരിക്കുന്നു. ഹീ സേയ്സ്. അദ്ദേഹം പറയുന്നു ഗുഡ് മോർണിംഗ് ഇസബൽ. ഐ സ്മൈൽ ബാക്ക് ആൻഡ് സേ ഗുഡ് മോർണിംഗ്. ഐ സ്മൈൽ ബാക്ക്. ഞാൻ തിരിച്ച് പുഞ്ചിരിക്കുന്നു. ആൻഡ് സേ. പുഞ്ചിരിച്ചുകൊണ്ട് ഞാൻ പറയുന്നു ഗുഡ് മോർണിംഗ്. ഐ ട്രൈ ടു ലുക്ക് നോർമൽ. ബട്ട് ഇൻസൈഡ് ഐ ഫീൽ ബ്രോക്കൺ. ഐ ട്രൈ ടു ലുക്ക് നോർമൽ. പുറമേ ഞാൻ സാധാരണത്തെ പോലെ പെരുമാറാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇൻസൈഡ് ഐ ഫീൽ ബ്രോക്കൺ. പക്ഷേ ഉള്ളിൽ എൻ്റെ മനസ്സ് തകർന്നിരിക്കുകയാണ്. ഐ ലവ് ഹിം. ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. ബട്ട് ഹി ഡസൻറ്റ് നോ മൈ സീക്രട്ട്. പക്ഷേ ഹി ഡസൻറ്റ് നോ. അദ്ദേഹത്തിന് അറിയുകയില്ല മൈ സീക്രട്ട്. എൻ്റെ മനസ്സിലുള്ള രഹസ്യം, എൻ്റെ മനസ്സിലുള്ള കാര്യം പക്ഷേ അദ്ദേഹത്തിന് അറിയുകയില്ല. നോ വൺ നോസ്. ഒരാൾക്കും അറിയുകയില്ല. ഐ സിറ്റ് ഇൻ മീറ്റിംഗ്സ് വിത്ത് ഹിം. അദ്ദേഹത്തിൻ്റെ കൂടെ യോഗങ്ങളിൽ ഞാൻ ഇരിക്കുന്നു. ഐ സിറ്റ് എന്നാൽ ഞാൻ ഇരിക്കുന്നു. ഹീ ലുക്സ് അറ്റ് ദ സ്ക്രീൻ. അദ്ദേഹം സ്ക്രീനിലേക്ക് നോക്കുന്നു. ഐ ലുക്ക് അറ്റ് ഹിസ് ഫേസ്. ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നു. ഐ ട്രൈ നോട്ട് ടു സ്റ്റെയർ. സ്റ്റെയർ എന്നാൽ തുറിച്ചു നോക്കുക എന്നുള്ള അർത്ഥമാണ്. സ്റ്റെയർ എന്നാൽ ഒന്നിനെ ദീർഘനേരം നോക്കുക എന്നുള്ള അർത്ഥമാണ്. തുറിച്ചു നോക്കുക. ഞാൻ അദ്ദേഹത്തെ തുറിച്ചു നോക്കാതിരിക്കാൻ ശ്രമിക്കുന്നു. ഐ ട്രൈ. ഞാൻ ശ്രമിക്കുന്നു. നോട്ട് ടു സ്റ്റെയർ. ഞാൻ അദ്ദേഹത്തെ തുറിച്ചു നോക്കാതിരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇറ്റ്സ് ഹാർഡ്. പക്ഷേ അത് ബുദ്ധിമുട്ടാണ്. നോക്കാതിരിക്കാൻ പ്രയാസമാണ്. ഐ ഫീൽ ഹാപ്പി. എനിക്ക് സന്തോഷം തോന്നുന്നു. ആ സമയത്ത്. വെൻ ഐ ഹിയർ ഹിം ടോക്ക്. അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് അത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു. വൺ ഡേ. ഒരു ദിവസം. റോബർട്ട് നിന്നു. ക്ലോസ് ടു മീ. എൻ്റെ അടുത്ത്. ഒരു ദിവസം എൻ്റെ അടുത്ത് റോബർട്ട് നിന്നു. വെരി ക്ലോസ്. വളരെ അടുത്തായിട്ട്. ഹി ഹെൽപ്ഡ് മീ വിത്ത് കമ്പ്യൂട്ടർ. അദ്ദേഹം കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ എന്നെ സഹായിച്ചു. ഹിസ് ഹാൻഡ് ടച്ച്ഡ് മൈൻ ബൈ മിസ്റ്റേക്ക്. ബൈ മിസ്റ്റേക്ക് എന്നാൽ അറിയാതെ എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹത്തിൻ്റെ കൈ എൻ്റെ കയ്യിൽ അറിയാതെ സ്പർശിച്ചു. ടച്ച്ഡ് എന്നാൽ സ്പർശിച്ചു. മൈ ഹാർട്ട് ജംപ്ഡ്. എൻ്റെ ഹൃദയം ഒന്ന് പിടഞ്ഞു. ഇതിനർത്ഥം സന്തോഷം, ആവേശം അല്ലെങ്കിൽ ആശ്ചര്യം, ഭയം എന്നിവ മൂലം പെട്ടെന്ന് ശക്തമായിട്ടുള്ള ഒരു വികാരം അനുഭവപ്പെട്ടു എന്നുള്ള അർത്ഥം. അത്തരം സന്ദർഭത്തെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. മൈ ഹാർട്ട് ജംപ്ഡ്. മൈ ഫേസ് ഫെൽറ്റ് ഹോട്ട്. എൻ്റെ മുഖത്തിന് ചൂട് അനുഭവപ്പെട്ടു. മറ്റൊരർത്ഥം ലജ്ജ തോന്നി എന്നൊക്കെയുള്ള അർത്ഥം. മൈ ഫേസ് ഫെൽറ്റ് ഹോട്ട്. റോബർട്ട് പറഞ്ഞു ആർ യു ഓക്കെ ഇസബൽ. ഐ സ്മൈൽഡ് ആൻഡ് സെഡ് യെസ്. അതെ. ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു യെസ്, അതെ. എന്നാൽ ഐ വാസ് നോട്ട് ഓക്കെ. ഐ വാണ്ടഡ് ടു ക്രൈ. എനിക്ക് കരയണമായിരുന്നു. ഐ നോ. എനിക്കറിയാമായിരുന്നു. ദിസ് ഈസ് റോങ്. ഇത് തെറ്റാണ് എന്ന് എനിക്കറിയാം. ഹി ഹാസ് എ വൈഫ്. അദ്ദേഹത്തിനൊരു ഭാര്യയുണ്ട്. ഹി ഹാസ് എ ഫാമിലി. അദ്ദേഹത്തിനൊരു കുടുംബമുണ്ട്. ഹി ഈസ് നോട്ട് ഫ്രീ. അദ്ദേഹം സ്വതന്ത്രനല്ല. എന്നാൽ ലവ് ഈസ് നോട്ട് ഓൾവേസ് ഗുഡ്. പ്രണയം എല്ലായ്പ്പോഴും നല്ലതായിരിക്കണമെന്നില്ല. സംടൈംസ് ലവ് ഹേർട്സ്. ചിലപ്പോൾ സ്നേഹം വേദനിപ്പിച്ചേക്കാം. സംടൈംസ് ഇറ്റ് ഈസ് ക്വയറ്റ് ലൈക്ക് മൈൻ. ചിലപ്പോൾ അത് എൻ്റേതുപോലെ നിശബ്ദമായിരിക്കും. എ സീക്രട്ട് ലവ്. ഒരു രഹസ്യമായ സ്നേഹം, രഹസ്യമായ പ്രണയം.
എ സൈലൻറ്റ് ലവ്, നിശബ്ദമായ പ്രണയം. വെൻ ഐ ഗോ ഹോം, ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ. ഐ തിങ്ക് എബൌട്ട് റോബർട്ട്, ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ റോബർട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നു. ഐ സിറ്റ് അലോൺ ഇൻ മൈ റൂം, ഞാൻ എൻ്റെ റൂമിൽ തനിച്ച് ഇരിക്കുന്നു. അലോൺ എന്നാൽ തനിച്ച്, ഐ സിറ്റ് എന്നാൽ ഞാൻ ഇരിക്കുന്നു. ഐ ആസ്ക് മൈസെൽഫ്, ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നു. വൈ ഡു ഐ ഫീൽ ദിസ് വേ, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ തോന്നുന്നത്. വൈ ഡു ഐ ഫീൽ ദിസ് വേ, ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നു. ഐ ഡോണ്ട് നോ ദ ആൻസർ, ആൻസർ എന്നാൽ മറുപടി. ഐ ഡോണ്ട് നോ, എനിക്കറിയുകയില്ല. ദി ആൻസർ, എനിക്ക് ഇതിൻ്റെ ഉത്തരം അറിയുകയില്ല. ഐ ഓൺലി നോ വൺ തിങ്, എനിക്ക് ഒരു കാര്യം മാത്രമേ അറിയുകയുള്ളൂ. വൺ തിങ് എന്നാൽ ഒരു കാര്യം. ഐ ഓൺലി നോ എന്നാൽ എനിക്ക് അറിയുക മാത്രമേ ചെയ്യുകയുള്ളൂ. വൺ തിങ്, ഒരു കാര്യം മാത്രമേ എനിക്ക് അറിയുകയുള്ളൂ. ഐ കാൺട്ട് സ്റ്റോപ്പ് മൈ ഹാർട്ട്, എൻ്റെ വികാരങ്ങളെ എനിക്ക് തടയാനാകുന്നില്ല. അതാണ് അർത്ഥം. ഐ കാൺട്ട് സ്റ്റോപ്പ് മൈ ഹാർട്ട്, എൻ്റെ ഹൃദയത്തിലെ വികാരങ്ങളെ എനിക്ക് തടയാൻ സാധിക്കുന്നില്ല. എൻ്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാനാവുന്നില്ല. ഇതൊക്കെയാണ് അർത്ഥം. ഐ കാൺട്ട് സ്റ്റോപ്പ് മൈ ഹാർട്ട്. വൺ സൺഡേ, ഒരു ദിവസം ഞായറാഴ്ച. ഐ വെൻറ്റ് ടു ദ പാർക്ക്, ഞാൻ പാർക്കിലേക്ക് പോയി. ഐ വാണ്ടഡ് ഫ്രഷ് എയർ, ഫ്രഷ് എയർ എന്നാൽ ശുദ്ധവായു. എനിക്ക് ശുദ്ധവായു വേണമായിരുന്നു. ഐ വാണ്ടഡ് ടു ക്ലിയർ മൈ മൈൻഡ്, എനിക്ക് എൻ്റെ മനസ്സ് ശാന്തമാക്കണമെന്നുണ്ടായിരുന്നു. ഐ ക്ലോസ്ഡ് മൈ ഐസ്, ഞാൻ എൻ്റെ കണ്ണുകൾ അടച്ചു. ഫോർ എ മൊമെൻറ്റ്, മൊമെൻറ്റ് എന്നാൽ നിമിഷം. ഒരു നിമിഷത്തേക്ക് ഞാൻ എൻ്റെ കണ്ണുകൾ അടച്ചു. ദെൻ ഐ ഹെഡ് എ വോയിസ്, പിന്നീട് ഞാൻ ഒരു ശബ്ദം കേട്ടു. ഐ ഹേർഡ് എന്നാൽ ഞാൻ കേട്ടു. എ വോയിസ്, ഒരു ശബ്ദം. എ വോയിസ്, ഒരു ശബ്ദം. ഐ ന്യൂ, എനിക്കറിയാവുന്ന ഒരു ശബ്ദം. എനിക്കറിയാവുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. റോബർട്ട്, റോബർട്ടിൻ്റെ ശബ്ദം. ഐ ഓപ്പൺഡ് മൈ ഐസ്, ഞാൻ എൻ്റെ കണ്ണുകൾ അടച്ചു. ഹി വാസ് ദർ, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ജസ്റ്റ് എ ഫ്യൂ സ്റ്റെപ്സ് അവേ, അല്പം സ്റ്റെപ്പുകൾ അകലെ, അല്പം ചുവടുകൾ മാറി അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ബട്ട് പക്ഷേ, ഹി വാസ് നോട്ട് അലോൺ, അലോൺ എന്നാൽ തനിച്ച്. ബട്ട് ഹി വാസ് നോട്ട് അലോൺ, അദ്ദേഹം തനിച്ചായിരുന്നില്ല. എ വുമൺ സ്റ്റുഡ് നെക്സ്റ്റ് ടു ഹിം, നെക്സ്റ്റ് ടു ഹിം എന്നാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത്. സ്റ്റുഡ് എന്നാൽ നിന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു സ്ത്രീ നിന്നിരുന്നു. നെക്സ്റ്റ് ടു ഹിം എന്നാൽ അദ്ദേഹത്തിന് അടുത്തായിട്ട്. ഷി വാസ് സ്മൈലിംഗ്, അവൾ പുഞ്ചിരിക്കുകയായിരുന്നു. എ ലിറ്റിൽ ബോയ്, ഒരു ചെറിയ ആൺകുട്ടി. റാൻ ടു ദം, അവരുടെ അടുത്തേക്ക് ഒരു ചെറിയ കുട്ടി, ഒരു ചെറിയ ആൺകുട്ടി ഓടി വന്നു. റാൻ എന്നാൽ ഓടി വന്നു. ദെൻ ശേഷം എ ലിറ്റിൽ ഗേൾ കെയിം, ശേഷം ഒരു ചെറിയ പെൺകുട്ടി വന്നു. കെയിം എന്നാൽ വന്നു. ദേ ലാഫ്ഡ് ടുഗദർ, ടുഗദർ എന്നാൽ ഒരുമിച്ച്. ലാഫ്ഡ് എന്നാൽ ചിരിച്ചു. ദേ ലാഫ്ഡ് ടുഗദർ, അവർ ഒരുമിച്ച് ചിരിച്ചു. റോബർട്ട് പിക്ഡ് അപ്പ് ദ ഗേൾ, റോബർട്ട് ആ പെൺകുട്ടിയെ എടുത്തു പൊക്കി. ആൻഡ് കിസ്ഡ് ഹെർ ഹെഡ്, എന്നിട്ട് അവളുടെ തലയിൽ ഉമ്മ വച്ചു. ദാറ്റ് വുമൺ വാസ് ഹിസ് വൈഫ്, ആ സ്ത്രീ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു. ദോസ് വേർ ഹിസ് ചിൽഡ്രൻ, അവർ അദ്ദേഹത്തിൻ്റെ കുട്ടികളായിരുന്നു. ഐ ഫ്രോസ്, ഞാൻ സ്തംഭിച്ചു പോയി. മൈ ഹാർട്ട് ഫെൽറ്റ് ഹെവി, എൻ്റെ ഹൃദയത്തിൽ ഭാരം അനുഭവപ്പെട്ടതുപോലെ തോന്നി. ഐ ഫെൽറ്റ് എന്നാൽ എനിക്ക് തോന്നി. ഐ കുഡ് നോട്ട് മൂവ്, എനിക്ക് ചലിക്കാൻ കഴിഞ്ഞില്ല. ദേ ലുക്ക്ഡ് സോ ഹാപ്പി, അവരെ വളരെ സന്തോഷവാന്മാരായി കാണപ്പെട്ടു. ദേ ലുക്ക്ഡ് ലൈക്ക് എ പെർഫെക്റ്റ് ഫാമിലി, അവരെ കണ്ടപ്പോൾ ഒരു സന്തോഷപൂർണ്ണവും തികഞ്ഞതുമായിട്ടുള്ള ഒരു കുടുംബം പോലെ തോന്നി. റോബർട്ട് ലുക്ക് ഡിഫറെൻറ്റ്, റോബർട്ടിനെ കണ്ടിട്ട് വ്യത്യസ്തനായിട്ട് തോന്നി. നോട്ട് ലൈക്ക് മൈ ബോസ്, എൻ്റെ മുതലാളിയായിട്ടല്ല, അദ്ദേഹത്തെ ഒരു വ്യത്യസ്തനായിട്ട് തോന്നി. ബട്ട് ലൈക്ക് എ ഹസ്ബൻഡ്, പക്ഷെ ഒരു ഭർത്താവിനെ പോലെ. ലൈക്ക് എ ഫാദർ, ഒരു അച്ഛനെ പോലെ. ഹി ഡിഡ് നോട്ട് സീ മീ, അദ്ദേഹം എന്നെ കണ്ടില്ല. സി എന്നാൽ കണ്ടില്ല. ഹി ഡിഡ് നോട്ട് സീ മീ, അദ്ദേഹം എന്നെ കണ്ടില്ല. അദ്ദേഹം എന്നെ കണ്ടില്ല, എനിക്ക് സന്തോഷമായി. ഐ ടേൺ മൈ ഫേസ്, ഞാൻ എൻ്റെ മുഖം തിരിച്ചു. ഐ ടേൺഡ് മൈ ഫേസ് അവേ, ഞാൻ എൻ്റെ മുഖം തിരിച്ചു. ഐ ലുക്ക്ഡ് അറ്റ് ദ ട്രീസ്, ഞാൻ വൃക്ഷങ്ങളിലേക്ക് നോക്കി. ഐ വാണ്ടഡ് ടു ക്രൈ, എനിക്ക് കരയണമായിരുന്നു. ബട്ട് പക്ഷേ, ഐ ഹെൽഡ് ദ ടിയേഴ്സ് ഇൻസൈഡ്, ഞാൻ കരഞ്ഞില്ല. എൻ്റെ ദുഃഖം ഞാൻ ഉള്ളിലമർത്തി, എൻ്റെ കണ്ണുനീരുകൾ ഞാൻ ഉള്ളിലമർത്തി. ഞാൻ കരഞ്ഞില്ല, എനിക്ക് കരയണമായിരുന്നു. ഐ തോട്ട്, ഞാൻ ചിന്തിച്ചു. ദിസ് ഈസ് റിയൽ, ഇതാണ് യഥാർത്ഥം.
റോബർട്ട് ബിലോങ്സ് ടു ദം. റോബർട്ട് അവരുടേതാണ്. നോട്ട് ടു മീ എൻ്റേതല്ല. ഐ സാറ്റ് ദർ. സിറ്റ് എന്നാൽ ഇരിക്കുക, അതിൻ്റെ പാസ്റ്റാണ് സാറ്റ്. ഐ സാറ്റ് ദർ ഞാൻ അവിടെ ഇരുന്നു. ഫോർ എ ലോങ് ടൈം ഒരുപാട് സമയത്തോളം. ആഫ്റ്റർ ദേ ലെഫ്റ്റ് അവർ പോയതിന് ശേഷം. അവർ പോയതിന് ശേഷം ഞാൻ ഒരുപാട് നേരത്തോളം അവിടെ ഇരുന്നു. ഐ ഫെൽറ്റ് എനിക്ക് തോന്നി, എനിക്ക് അനുഭവപ്പെട്ടു. എംറ്റി ശൂന്യത, എനിക്ക് ശൂന്യത അനുഭവപ്പെട്ടു. ഐ ഫെൽറ്റ് സ്മോൾ ഞാൻ ഒരു നിസാരനായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നി. ഐ ആസ്ക് മൈസെൽഫ് അഗെയിൻ. ഐ ആസ്ക് ഞാൻ ചോദിച്ചു. മൈസെൽഫ് എന്നോട് തന്നെ. അഗെയിൻ വീണ്ടും. വീണ്ടും ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. വൈ ഡിഡ് ഐ ഫോൾ ഇൻ ലവ് വിത്ത് ഹിം. ഫോൾ ഇൻ ലവ് എന്നാൽ പ്രണയത്തിലാവുക എന്നുള്ള അർത്ഥമാണ്. എന്തുകൊണ്ടാണ്, എന്തിനാണ് ഞാൻ അദ്ദേഹത്തോട് പ്രണയത്തിലായത്? ഞാൻ എന്നോട് തന്നെ വീണ്ടും ചോദിച്ചു. ബട്ട് പക്ഷേ ദർ വാസ് നോ ആൻസർ എന്നാൽ ഉത്തരമില്ലായിരുന്നു, മറുപടി ഇല്ലായിരുന്നു. ഐ വോക്ക്ഡ് ഹോം സ്ലോലി. ഐ വോക്ക്ഡ് ഞാൻ നടന്നു പോയി. ഹോം വീട്ടിലേക്ക്. സ്ലോലി സാവധാനത്തിൽ. സാവധാനത്തിൽ ഞാൻ വീട്ടിലേക്ക് നടന്നു പോയി. ദാറ്റ് നൈറ്റ് അന്ന് രാത്രി ഐ ഡിഡിൻറ്റ് ഈറ്റ് ഞാൻ ഭക്ഷണം കഴിച്ചില്ല. ഐ ഡിഡിൻറ്റ് ഈറ്റ് ഞാൻ ഭക്ഷണം കഴിച്ചില്ല. ഐ ഡിഡിൻറ്റ് സ്ലീപ്പ് ഞാൻ ഉറങ്ങിയില്ല. ഐ ജസ്റ്റ് ലേ ഇൻ ബെഡ് ആൻഡ് വിസ്പേർഡ്. വിസ്പർ എന്നാൽ മന്ത്രിക്കുക എന്നുള്ള അർത്ഥമാണ്. പതുക്കെ പറയുക. ഞാൻ ബെഡിൽ കിടക്കുക മാത്രം ചെയ്തു. ഞാൻ മന്ത്രിച്ചു, ഞാൻ പറഞ്ഞു, ഞാൻ പതുക്കെ പറഞ്ഞു. വിസ്പേർഡ്. ഫോർഗെറ്റ് ഹിം അവനെ മറക്കുക. ഫോർഗെറ്റ് എന്നാൽ മറക്കുക. ഫോർഗെറ്റ് ഹിം അദ്ദേഹത്തെ മറക്കുക. ഇസബൽ. ഇസബൽ അദ്ദേഹത്തെ മറക്കുക. പ്ലീസ് ഫോർഗെറ്റ് ഹിം ദയവായി അദ്ദേഹത്തെ മറക്കൂ. ഞാൻ എന്നോട് തന്നെ മന്ത്രിച്ചു. ബട്ട് പക്ഷേ മൈ ഹാർട്ട് സെഡ് എൻ്റെ ഹൃദയം പറഞ്ഞു. ഐ കാണ്ട് എനിക്ക് സാധിക്കുകയില്ല. ഇറ്റ് വാസ് മൺഡേ മോർണിംഗ് ദ നെക്സ്റ്റ് ഡേ. അടുത്ത ദിവസം തിങ്കളാഴ്ച രാവിലെയായിരുന്നു. ഐ ഡിഡിൻറ്റ് വാണ്ട് ടു ഗോ ടു വർക്ക് ഞാൻ ജോലിക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല. മൈ ഹാർട്ട് സ്റ്റിൽ ഫെൽറ്റ് ഹെവി എനിക്ക് അപ്പോഴും ഹൃദയത്തിൽ ഭാരം അനുഭവപ്പെട്ടിരുന്നു. ആഫ്റ്റർ സീയിങ് റോബർട്ട് വിത്ത് ഹിസ് ഫാമിലി. ആഫ്റ്റർ സീയിങ് റോബർട്ട് എന്നാൽ റോബർട്ടിനെ കണ്ടതിന് ശേഷം. വിത്ത് ഹിസ് ഫാമിലി എന്നാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ. എനിക്ക് അപ്പോഴും ഹൃദയത്തിൽ ഭാരം അനുഭവപ്പെട്ടിരുന്നു റോബർട്ടിനെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കൂടെ കണ്ടതിന് ശേഷം. ബട്ട് പക്ഷേ ഐ ഹാഡ് നോ ചോയ്സ് പക്ഷേ എൻ്റെ മുന്നിൽ മറ്റൊരു മാർഗമില്ലായിരുന്നു. ഐ ഗോട്ട് റെഡി ആൻഡ് വെൻ ടു ദി ഓഫീസ്. ഐ ഗോട്ട് റെഡി ഞാൻ തയ്യാറായി. ആൻഡ് വെൻ ടു ദി ഓഫീസ് എന്നിട്ട് ഞാൻ ഓഫീസിലേക്ക് പോയി. ഞാൻ തയ്യാറായി ഓഫീസിലേക്ക് പോയി. ഐ ട്രൈ ടു സ്റ്റേ ക്വയറ്റ് ഞാൻ ശാന്തനാകാൻ ശ്രമിച്ചു. ഐ ട്രൈഡ് ഞാൻ ശ്രമിച്ചു. ടു സ്റ്റേ ക്വയറ്റ് ഞാൻ നിശബ്ദനാകാൻ ശ്രമിച്ചു. ഐ ഡിഡിൻറ്റ് വാണ്ട് ടു ടോക്ക് എനിക്ക് സംസാരിക്കണമായിരുന്നില്ല. ഐ ഡിഡിൻറ്റ് വാണ്ട് ടു സ്മൈൽ എനിക്ക് പുഞ്ചിരിക്കണമായിരുന്നില്ല. ദെൻ റോബർട്ട് കെയിം ടു മൈ ഡെസ്ക് പിന്നീട് റോബർട്ട് എൻ്റെ ഡെസ്കിലേക്ക് വന്നു. കെയിം എന്നാൽ വന്നു. ടു മൈ ഡെസ്ക് എൻ്റെ ഡെസ്കിൻ്റെ അടുത്തേക്ക്. ഹി ലുക്ക്ഡ് അറ്റ് മീ ആൻഡ് സെഡ് അദ്ദേഹം എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇസബൽ ആർ യു ഓക്കെ ടുഡേ യു ലുക്ക് എ ലിറ്റിൽ സാഡ് നിനക്ക് സുഖമാണോ? യു ലുക്ക് എ ലിറ്റിൽ സാഡ് നിന്നെ കണ്ടിട്ട് അല്പം സങ്കടമുള്ളതായിട്ട് തോന്നുന്നു. ഐ ലുക്ക് ഡൗൺ ആൻഡ് സെഡ് ഞാൻ താഴേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഐ ആം ജസ്റ്റ് ടയേർഡ് എനിക്ക് ക്ഷീണമുണ്ട്. ഹി സാറ്റ് ബിസൈഡ് മീ ആൻഡ് സെഡ് ബിസൈഡ് എന്നാൽ അരികെ എന്നുള്ള അർത്ഥമാണ്. ഹി സാറ്റ് അദ്ദേഹം ഇരുന്നു. ബിസൈഡ് മീ എൻ്റെ അടുത്ത്. ആൻഡ് സെഡ് അദ്ദേഹം എൻ്റെ അടുത്ത് ഇരുന്നു കൊണ്ട് പറഞ്ഞു. യു ആർ എ ഗുഡ് പേഴ്സൺ ഇസബൽ നീ ഒരു നല്ല വ്യക്തിയാണ്. യു ഓൾവേസ് ഹെൽപ്പ് അതേഴ്സ് നീ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്നു. അതേഴ്സ് എന്നാൽ മറ്റുള്ളവർ. യു ആർ ക്വയറ്റ് ബട്ട് സ്ട്രോങ് നീ നിശബ്ദമാണ് പക്ഷേ കരുത്തുള്ള വ്യക്തിയാണ്. നീ അധികം സംസാരിക്കാറില്ല പക്ഷെ ഉള്ളിൽ വളരെ ശക്തനാണ്. ഇതാണ് അർത്ഥം. യു ആർ സ്പെഷ്യൽ നീ വളരെ പ്രത്യേകതയുള്ള വ്യക്തിയാണ്. മറ്റുള്ളവരിൽ നിന്ന് നീ വ്യത്യസ്തയാണ്. മൈ ഹാർട്ട് സ്റ്റോപ്ഡ് എൻ്റെ ഹൃദയം നിലച്ചു. സ്പെഷ്യൽ പ്രത്യേകതയുള്ള വ്യക്തി. ദാറ്റ് വേർഡ് സ്റ്റേഡ് ഇൻ മൈ ഹെഡ് ആ വാക്ക് എൻ്റെ മനസ്സിൽ തങ്ങി നിന്നു. അതാണ് അർത്ഥം. ദാറ്റ് വേർഡ് സ്റ്റേഡ് ഇൻ മൈ ഹെഡ് ആ വാക്ക് എൻ്റെ മനസ്സിൽ നിന്ന് പോയില്ല. നോ വൺ എവർ കോൾഡ് മീ ദാറ്റ് ബിഫോർ നോ വൺ ഒരാളും എവർ കോൾഡ് നോ വൺ എവർ കോൾഡ് ഒരാളും വിളിച്ചിട്ടില്ല. മീ എന്നെ ഒരിക്കലും എന്നെ ഒരാളും വിളിച്ചിട്ടില്ല. ദാറ്റ് ബിഫോർ സ്പെഷ്യൽ എന്നുള്ള പേര് എന്നെ ഒരാളും ഇതുവരെ വിളിച്ചിട്ടില്ല. ഐ സ്മൈൽഡ് ഞാൻ പുഞ്ചിരിച്ചു. ബട്ട് ഐ വാസ് ഷേക്കിംഗ് ഇൻസൈഡ്
പക്ഷേ ഉള്ളിൽ ഞാൻ വിറങ്ങലിക്കുകയായിരുന്നു. ഷെയ്ക്ക് എന്നാൽ വിറങ്ങലിക്കുക, ഇൻസൈഡ് എന്നാൽ അകത്ത്. ഐ വാണ്ടഡ് ടു ടെൽ ഹിം എവരിത്തിങ്. എനിക്ക് അദ്ദേഹത്തോട് എല്ലാം പറയണമായിരുന്നു. എവരിത്തിങ് എന്നാൽ എല്ലാം. ഐ വാണ്ടഡ് ടു സേ, എനിക്ക് പറയണമായിരുന്നു ഐ ലവ് യു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് പറയണമായിരുന്നു. ബട്ട് പക്ഷേ ഐ ഡിഡിൻറ്റ്, ഞാൻ ചെയ്തില്ല. ഐ കുഡിൻറ്റ്, എനിക്ക് സാധിച്ചില്ല. ഹി സ്മൈൽഡ് അറ്റ് മീ അഗെയിൻ, അദ്ദേഹം വീണ്ടും എന്നോട് പുഞ്ചിരിച്ചു. ദെൻ വെൻ ബാക്ക്, ശേഷം തിരിച്ചുപോയി ടു ഹിസ് ഓഫീസ്, അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് തിരിച്ചുപോയി. ഐ സാറ്റ് അറ്റ് മൈ ഡെസ്ക്, ഞാൻ ഇരുന്നു. അറ്റ് മൈ ഡെസ്ക്, ഞാൻ എൻ്റെ ഡെസ്കിൽ ഇരുന്നു. സ്റ്റെയറിങ് അറ്റ് ദ സ്ക്രീൻ, സ്ക്രീനിലേക്ക് തുറിച്ചു നോക്കിക്കൊണ്ട്. ബട്ട് ഐ കുഡിൻറ്റ് വർക്ക്, എനിക്ക് ജോലി ചെയ്യാൻ സാധിച്ചില്ല. മൈ ഹാർട്ട് വാസ് ടു ഫുൾ, എൻ്റെ ഹൃദയം അതീവ വികാരഭരിതമായിരുന്നു. എൻ്റെ ഹൃദയത്തിലെ വികാരങ്ങൾ എനിക്ക് സഹിക്കാനാവാത്ത വിധത്തിലായിരുന്നു. മൈ ഹാർട്ട് വാസ് ടു ഫുൾ. ദാറ്റ് നൈറ്റ്, അന്ന് രാത്രി, ഐ ലുക്ക്ഡ് അറ്റ് മൈ സെൽഫ് ആൻഡ് സെഡ്, ഞാൻ എന്നെ നോക്കി, ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. ഹി തിങ്സ് ഐ ആം സ്പെഷ്യൽ, അദ്ദേഹം കരുതുന്നു ഞാൻ പ്രത്യേകതയുള്ള വ്യക്തിയാണെന്ന്. ആൻഡ് ദെൻ ഐ ക്രൈഡ്, അത് പറഞ്ഞതിന് ശേഷം ഞാൻ ഞാൻ കരഞ്ഞു. ഐ ക്രൈഡ്, ഞാൻ കരഞ്ഞു. ബിക്കോസ് ഐ വാസ് ഹാപ്പി, ഞാൻ സന്തോഷവതിയായിരുന്നു, അതുകൊണ്ട് ഞാൻ കരഞ്ഞു. സന്തോഷം കൊണ്ടായിരുന്നു ഞാൻ കരഞ്ഞത് എന്നുള്ള അർത്ഥമാണ്. ഐ ക്രൈഡ് ബിക്കോസ് ഐ വാസ് ഹാപ്പി. ഐ ക്രൈഡ് ബിക്കോസ് ഐ വാസ് സാഡ്, ഞാൻ കരഞ്ഞു, ദുഃഖം കൊണ്ട് ഞാൻ കരഞ്ഞു. ഐ ക്രൈഡ്, ഞാൻ കരഞ്ഞു. ബിക്കോസ്, കാരണം, ഐ ന്യൂ, എനിക്കറിയാമായിരുന്നു. ഹി ഡിഡിൻറ്റ് ബിലോങ് ടു മീ, അദ്ദേഹം എൻ്റേതല്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു, അതുകൊണ്ട് ഞാൻ കരഞ്ഞു. ആൻഡ് മേ ബി, ഒരു പക്ഷേ, ഹി നെവർ വുഡ്, അദ്ദേഹം ഒരിക്കലും ആയേക്കുകയില്ല. ഇതൊക്കെ എനിക്ക് അറിയാമായിരുന്നു, അതുകൊണ്ട് ഞാൻ കരഞ്ഞു. ഐ ന്യൂ മൈ ലവ് വാസ് റിയൽ, എൻ്റെ സ്നേഹം, എൻ്റെ പ്രണയം യഥാർത്ഥ പ്രണയമായിരുന്നു, എനിക്ക് അറിയാമായിരുന്നു. വൺ ഡേ ആഫ്റ്റർ വർക്ക്, ഒരു ദിവസം ജോലി കഴിഞ്ഞതിന് ശേഷം, റോബർട്ട് ആൻഡ് ഐ സ്റ്റേഡ് ലേറ്റ് ഇൻ ദി ഓഫീസ്, റോബർട്ടും ഞാനും ഓഫീസിൽ വൈകി നിന്നു. വി വേർ അലോൺ, ഞങ്ങൾ തനിച്ചായിരുന്നു. ഐ വാണ്ടഡ് ടു സേ മെനി തിങ്സ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമായിരുന്നു. ബട്ട് ഐ വാസ് അഫ്രൈഡ്, പക്ഷെ ഞാൻ ഭയപ്പെട്ടു. ഹീ ലുക്ക്ഡ് അറ്റ് മീ ആൻഡ് സ്മൈൽഡ്, അദ്ദേഹം എന്നെ നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചു. ഇസബെൽ, ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു, യു ആർ ഇമ്പോർട്ടൻറ്റ് ടു മീ, നീ എനിക്ക് പ്രധാനപ്പെട്ട വ്യക്തിയാണ്. മൈ ഹാർട്ട് ബീറ്റ് ഫാസ്റ്റ്, എൻ്റെ ഹൃദയം വേഗത്തിൽ ഇടിച്ചു. ഐ ലുക്ക്ഡ് അറ്റ് ഹിം, ഞാൻ അദ്ദേഹത്തെ നോക്കി. ഐ ഫെൽറ്റ് സ്കെയർഡ് ആൻഡ് ഹാപ്പി അറ്റ് ദ സെയിം ടൈം. ഐ ഫെൽറ്റ് സ്കെയർഡ്, എനിക്ക് ഭയം തോന്നി. ആൻഡ് ഹാപ്പി, എനിക്ക് സന്തോഷവും തോന്നി. അറ്റ് ദ സെയിം ടൈം, ഒരേ സമയം എനിക്ക് ഭയവും അനുഭവപ്പെട്ടു, എനിക്ക് സന്തോഷവും അനുഭവപ്പെട്ടു. ഐ വാണ്ടഡ് ടു ആസ്ക്, എനിക്ക് ചോദിക്കണമായിരുന്നു. ഡു യു ലവ് മീ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ചോദിക്കണമായിരുന്നു. ബട്ട് പക്ഷേ, ഐ സെഡ് നത്തിങ്, ഞാൻ ഒന്നും പറഞ്ഞില്ല. നത്തിങ് എന്നാൽ ഒന്നുമില്ല. ഐ സെഡ് നത്തിങ്, ഞാൻ ഒന്നും പറഞ്ഞില്ല. റോബർട്ട് സ്പോക്ക് അഗെയിൻ, സ്പീക്ക് എന്നാൽ സംസാരിക്കുക, സ്പോക്ക് എന്നാൽ സംസാരിച്ചു. റോബർട്ട് സ്പോക്ക് അഗെയിൻ, റോബർട്ട് വീണ്ടും സംസാരിച്ചു. ഐ ആം മാരീഡ്, ഞാൻ വിവാഹിതനാണ്. ബട്ട് പക്ഷേ, ഐ ലൈക്ക് യു, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു. ഇസബെൽ, യു മേക്ക് മീ ഫീൽ അലൈവ്, നിന്റെ സാന്നിധ്യം എനിക്ക് ജീവൻ നിറഞ്ഞ അനുഭവം നൽകുന്നു. മൈ ഐസ് ഫിൽഡ് വിത്ത് ടീയേഴ്സ്, എൻ്റെ കണ്ണുകൾ കണ്ണുനീർ കൊണ്ട് നിറഞ്ഞു. ഐ ഡിഡിൻറ്റ് നോ വാട്ട് ടു സേ, ഐ ഡിഡിൻറ്റ് നോ, എനിക്ക് അറിയുകയില്ലായിരുന്നു. വാട്ട് ടു സേ, എന്ത് പറയണം എന്ന് എനിക്ക് അറിയുകയില്ലായിരുന്നു. ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് ടു ഹേർട്ട് മൈ ഫാമിലി. ഹേർട്ട് എന്നാൽ വേദനിപ്പിക്കുക. ഐ ഡോണ്ട് വാണ്ട് ടു ഹേർട്ട് മൈ ഫാമിലി, എൻ്റെ കുടുംബത്തെ വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബട്ട് പക്ഷേ, ഐ കാൺട്ട് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യു, നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് എനിക്ക് നിർത്താൻ സാധിക്കുകയില്ല. ഐ കാൺട്ട് സ്റ്റോപ്പ്, എനിക്ക് സാധിക്കുകയില്ല. തിങ്കിങ് അബൌട്ട് യു, നിന്നെപ്പറ്റി ചിന്തിക്കുന്നത്, നിന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് എനിക്ക് നിർത്താൻ സാധിക്കുകയില്ല. ഐ വാസ് കൺഫ്യൂസ്ഡ്, ഞാൻ ആശയക്കുഴപ്പത്തിലായി. ഐ വാസ് സാഡ്, ഞാൻ ദുഃഖിതയായിരുന്നു. ഐ വാണ്ടഡ് ടു ബിലീവ്, എനിക്ക് വിശ്വസിക്കണമായിരുന്നു. ഹി വുഡ് ലീവ് ഹിസ് ഫാമിലി ഫോർ മീ. ഹി വുഡ് ലീവ് എന്നാൽ അദ്ദേഹം ഉപേക്ഷിച്ചേക്കും. ഹിസ് ഫാമിലി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ. ഫോർ മീ, എനിക്ക് വേണ്ടി. എനിക്ക് അങ്ങനെ വിശ്വസിക്കണമായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ എനിക്ക് വേണ്ടി ഉപേക്ഷിക്കുമെന്ന്. ബട്ട് പക്ഷേ,
ഐ ന്യൂ എനിക്കറിയാമായിരുന്നു ഇറ്റ് വാസ് നോട്ട് റൈറ്റ് പക്ഷെ അത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു. ഐ സെഡ് ഞാൻ പറഞ്ഞു. റോബർട്ട് ഐ ലൈക്ക് യു ടു ഞാൻ നിങ്ങളെയും ഇഷ്ടപ്പെടുന്നു. ബട്ട് പക്ഷേ യു ഹാവ് എ ഫാമിലി നിങ്ങൾക്കൊരു കുടുംബമുണ്ട്. ഐ ഡോണ്ട് വാണ്ട് ടു ബി ദ റീസൺ ഞാൻ ഒരു കാരണമാകാൻ ആഗ്രഹിക്കുന്നില്ല. ഫോർ പെയിൻ വേദനിക്കാനുള്ള ഒരു വേദനിപ്പിക്കാനുള്ള ഒരു കാരണമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. റീസൺ എന്ന കാരണം. ഐ ഡോണ്ട് വാണ്ട് എന്നാൽ എനിക്ക് ആഗ്രഹമില്ല. ടു ബി എന്നാൽ ആകാൻ. ഹി നോഡഡ് അദ്ദേഹം തലകുലുക്കി. ഐ അണ്ടർസ്റ്റാൻഡ് എനിക്ക് മനസ്സിലാകുന്നു. ഹി സെഡ് അദ്ദേഹം പറഞ്ഞു. എനിക്ക് മനസ്സിലാകുന്നുണ്ട് അദ്ദേഹം പറഞ്ഞു. വി വർ ക്വയറ്റ് ദെൻ പിന്നീട് ഞങ്ങൾ നിശബ്ദരായി. ആഫ്റ്റർ ദാറ്റ് നൈറ്റ് അന്ന് രാത്രിക്ക് ശേഷം തിങ്സ് വർ ഡിഫറെൻറ്റ് കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. റോബർട്ട് ആൻഡ് ഐ വർക്ക് ടുഗദർ എന്നാൽ ഒരുമിച്ച്. റോബർട്ടും ഞാനും ഒരുമിച്ച് ജോലി ചെയ്തു. ബട്ട് പക്ഷേ വി ഡിഡിൻറ്റ് ടോക്ക് ഞങ്ങൾ സംസാരിച്ചില്ല. എബൌട്ട് അവർ ഫീലിങ്സ് ഞങ്ങളുടെ വികാരങ്ങളെക്കുറിച്ച് മനസ്സിലുള്ള വികാരങ്ങളെക്കുറിച്ച് ഞങ്ങൾ പക്ഷേ സംസാരിച്ചില്ല. ഞങ്ങൾ ഒരുമിച്ച് റോബർട്ടും ഞാനും ജോലി ചെയ്തു. വി കെപ്റ്റ് എ ഡിസ്റ്റൻസ് ഞങ്ങൾ ഒരു അകലം പാലിച്ചു. ഡിസ്റ്റൻസ് എന്നാൽ അകലം. വി കെപ്റ്റ് എന്നാൽ ഞങ്ങൾ സൂക്ഷിച്ചു പാലിച്ചു. ഐ തോട്ട് എ ലോട്ട് ഞാൻ ഒരുപാട് ചിന്തിച്ചു. എബൌട്ട് ലവ് ആൻഡ് പെയിൻ പ്രണയത്തെക്കുറിച്ചും വേദനയെക്കുറിച്ചും ഞാൻ ഒരുപാട് ചിന്തിച്ചു. ഐ ന്യൂ എനിക്കറിയാമായിരുന്നു ലവിങ് എ മാരീഡ് മാൻ വാസ് ഹാർഡ് ഒരു വിവാഹിതനായിട്ടുള്ള ഒരു പുരുഷനെ പ്രണയിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഹാർഡായിട്ടുള്ള വേദനിപ്പിക്കുന്ന കാര്യമാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഇറ്റ് വാസ് ഫുൾ ഓഫ് സാഡ്നെസ് ആൻഡ് സീക്രട്സ് അത് ദുഃഖവും രഹസ്യങ്ങളും നിറഞ്ഞതായിരുന്നു. സാഡ്നെസ് എന്നാൽ ദുഃഖം, സീക്രട്സ് എന്നാൽ രഹസ്യങ്ങൾ. വൺ ഈവനിങ് ഒരു ദിവസം വൈകുന്നേരം ഐ ടോൾഡ് മൈസെൽഫ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. ഇസബൽ യു മസ്റ്റ് ബി സ്ട്രോങ് നീ ശക്തയാവണം. യു മസ്റ്റ് ലവ് യുവർ സെൽഫ് ഫസ്റ്റ് യു മസ്റ്റ് ലവ് നീ തീർച്ചയായും സ്നേഹിക്കണം. യുവർ സെൽഫ് നിന്നെ തന്നെ ഫസ്റ്റ് ആദ്യം നീ നിന്നെ തന്നെ സ്നേഹിക്കണം. തീർച്ചയായും നീ നിന്നെ തന്നെ ആദ്യം സ്നേഹിക്കണം. ഐ ഡിസൈഡഡ് ടു സ്റ്റോപ്പ് ഞാൻ തീരുമാനിച്ചു. ടു സ്റ്റോപ്പ് ഞാൻ നിർത്താൻ തീരുമാനിച്ചു. ഹോപ്പിംഗ് പ്രതീക്ഷിക്കൽ റോബർട്ട് വുഡ് ലീവ് ഹിസ് ഫാമിലി റോബർട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഉപേക്ഷിക്കുമെന്ന പ്രതീക്ഷ ഞാൻ നിർത്താൻ തീരുമാനിച്ചു, അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. ഐ ഡിസൈഡഡ് ഞാൻ തീരുമാനിച്ചു. ടു ഫൈൻഡ് കണ്ടെത്താൻ ഹാപ്പിനെസ് സന്തോഷം വിത്തൗട്ട് ഹിം അദ്ദേഹം ഇല്ലാതെ സന്തോഷം കണ്ടെത്താൻ ഞാൻ തീരുമാനിച്ചു. ഇറ്റ് വാസ് നോട്ട് ഈസി അത് ലളിതമായിരുന്നില്ല. സംടൈംസ് ചിലപ്പോൾ ഐ സ്റ്റിൽ തോട്ട് അബൌട്ട് ഹിം ഞാൻ ഇപ്പോഴും ചിലപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. സംടൈംസ് ചില സമയങ്ങളിൽ ഐ സ്റ്റിൽ ഫെൽറ്റ് മൈ ഹാർട്ട് ബ്രേക്ക് ചിലപ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോകുന്നത് പോലെ തോന്നുന്നു. ബട്ട് പക്ഷേ ഐ ലേൺ ദാറ്റ് ഞാൻ മനസ്സിലാക്കി ലവ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഹോൾഡിങ് സംവൺ പക്ഷെ സ്നേഹം ഒരാളെ സ്വന്തമാക്കുന്നത് മാത്രമല്ലെന്ന് ഞാൻ മനസ്സിലാക്കി. ഹോൾഡിങ് സംവൺ എന്നാൽ ഒരാളെ പിടിച്ചിരുത്തുക, സംവൺ എന്നാൽ ഒരാളെ. ലവ് ഈസ് ഓൾസോ എബൌട്ട് ലെറ്റിംഗ് ഗോ സ്നേഹം പ്രണയം അത് വിട്ടുകൊടുക്കലും കൂടെയാണ്, അത് ഉപേക്ഷിക്കലും കൂടെയാണ്. ഐ ബിഗാൻ ഞാൻ തുടങ്ങി. ടു സ്മൈൽ അഗെയിൻ ഞാൻ വീണ്ടും പുഞ്ചിരിക്കാൻ തുടങ്ങി. ഐ സ്റ്റാർട്ടഡ് ടു ലവ് മൈസെൽഫ് ഞാൻ എന്നെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങി. റോബർട്ട് വിൽ ഓൾവേസ് ബി ഇൻ മൈ ഹാർട്ട് റോബർട്ട് എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകും. ബട്ട് എന്നാൽ നൗ ഐ ആം ഫ്രീ ഇപ്പോൾ ഞാൻ സ്വതന്ത്രയാണ്. ആൻഡ് ഐ ആം റെഡി ഫോർ എ ന്യൂ ബിഗിനിങ് പക്ഷേ ഇപ്പോൾ ഞാൻ ഒരു പുതിയ തുടക്കത്തിന് തയ്യാറാണ്. ഐ ആം റെഡി ഞാൻ തയ്യാറാണ്. ഫോർ എ ന്യൂ ബിഗിനിങ് ഒരു പുതിയ തുടക്കത്തിന് ഞാൻ തയ്യാറാണ്. ഞാൻ ഇപ്പോൾ സ്വതന്ത്രയാണ്.